അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദിനത്തിൽ അള്ളാഹുവിന്റെ മഹനീയമായ അനുഗ്രഹത്താൽ ഈ കൂട്ടായ്മ അള്ളാഹു ഒരു സ്വാലിഹ് അമലാക്കി തീർക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, കിലോമീറ്ററുകൾക്കപ്പുറം മക്ക പ്രദേശത്ത് കാൽക്കോട് ജനങ്ങൾ ഹജ്ജിന്റെ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തുകളും ബലിപെരുന്നാളിന്റെ സുദിനം കൊണ്ടാടുകയാണ്. അങ്ങനെയുള്ള ഒരു വേളയിൽ മൊഗ്രാനിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ദുബായ് മൊഗ്രാൻ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ വിളിച്ചു ചേർത്ത ഈ ചടങ്ങ് എല്ലാ അർത്ഥത്തിലും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഒരു ലാഭേച്ഛയും ഇല്ലാതെ തീർത്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിനും അള്ളാഹുവിന്റെ കൂലിക്കും വേണ്ടി നാട്ടിലെ അശരണരെയും അഗതികളെയും സഹായിക്കുന്ന ഒരു സംഘടനയാണ് ദുബായ് മൊഗ്രാൻ ഫ്രണ്ട്സ് അസോസിയേഷൻ. ആ സംഘടനയിലെ മുഴുവൻ മെമ്പർമാരും അതിന്റെ ഭാരവാഹികളും അവരുടെ പ്രവർത്തനം ഈ നാട്ടിലെയും നാട്ടിലെ പാവപ്പെട്ടവരുടെയും അതോടൊപ്പം തന്നെ നാട്ടിലെ മതസ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. 30 വർഷത്തിൽ കൂടുതലായി ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം അനുഗ്രഹിക്കുന്ന KM അബ്ദുള്ള കുഞ്ഞി സാഹിബിനും അദ്ദേഹത്തോടൊപ്പം ഇതിന്റെ മുഖ്യ കാര്യദർശിയായി പ്രവർത്തിക്കുന്ന MP മുഹമ്മദ് കുഞ്ഞി സാഹിബിനും ട്രഷറർക്കും ഉപദേശ ചെയർമാൻ പോലുള്ള സീനിയർ മെമ്പർമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടന ഇനിയും കാലങ്ങളോളം നയിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന പലരും ഈ സംഘടനയെ തങ്ങളുടെ നെഞ്ചേറ്റി സ്നേഹിക്കുന്നവരാണ്. എന്ത് തിരക്കുകൾ ഉണ്ടായിട്ടും പെരുന്നാളിന്റെ അവസരത്തിൽ അവരുടെ മറ്റുള്ള ആഘോഷ പരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം നാടിന്റെ ഇസ്സത്തിനെ കരുതി, സ്വന്തം നാടിന്റെ ഭാവിയെ കരുതി, സ്വന്തം നാട്ടുകാരുടെ ക്ഷേമത്തിനെ കരുതി ഒത്തുകൂടിയിരിക്കുന്ന ഈ മുഴുവൻ ആൾക്കാർക്കും അതിനും തക്കതായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. ഇവിടെ ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇതിന്റെ സ്വാഗത പ്രാസംഗികനും നമ്മുടെ അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഈ മാസങ്ങളായി പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിലും എല്ലാവരും എന്തുകൊണ്ടോ എന്തിന്റെ പേരിൽ ആണ് എന്നറിയില്ല ഈ സംഘടനയുമായി മുഴുവൻ സമയവും സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് സഹകരിക്കാതെ നമുക്കറിയില്ല. സഹകരിക്കുന്നവർ തന്നെ ഈ സംഘടനയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ മാക്സിമം പരമാവധി അവരെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഘടനയിലേക്ക് അടുപ്പിക്കാൻ ഞങ്ങളെ പോലുള്ള യുവപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ എന്തോ ഒരു അകൽച്ച അവർ കാണിക്കുകയാണ്. അള്ളാഹു അവരുടെ മനസ്സ് മാറ്റി ഈ സംഘടനയെ അവർക്ക് അടുപ്പിക്കാനുള്ള ഒരു മനസ്ഥിതി അവർക്ക് നൽകുമാറാകട്ടെ എന്ന് നിങ്ങൾ എല്ലാവരും ഇന്ന് മാത്രമല്ല എന്നും പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളെ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൊഗ്രാലിലെ വെറും 180-200 പേർക്ക് മാത്രമുള്ള ഒരു സംഘടനയായി പരിമിതപ്പെടുത്തേണ്ട ഒരു സംഘടനയല്ല DMFA. ഈ സംഘടന അബുദാബി മുതൽ ഫുജൈറ വരെയുള്ള മുഴുവൻ എമിറേറ്റുകളിലുമുള്ള മൊഗ്രാലിൽ നിന്ന് വന്ന മുഴുവൻ ജനങ്ങളും മുഴുവൻ യുവാക്കളും മുഴുവൻ തൊഴിലാളികളും ഇതിന്റെ ഭാഗമായി വരുമ്പോൾ നമുക്ക് സഹായങ്ങൾ ഇപ്പോൾ പലരും പറയുകയുണ്ടായി. നമുക്ക് രോഗികളെ സഹായിക്കേണ്ടതുണ്ട്, പള്ളികൾക്ക് സഹായത്തിനുള്ള ഫണ്ട് തികയുന്നില്ല, സ്വർണത്തിന്റെ വില വാണം പോലെ കുതിച്ചുയരുകയാണ്, 10,000 കൊടുത്തിട്ടൊന്നും ആവുന്നില്ല. പക്ഷേ നമുക്കും ആഗ്രഹമുണ്ട്, 25, 50, 1 ലക്ഷവും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പരിമിതി ഫണ്ടിന്റേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി പ്രവർത്തകരെ ഈ സംഘടനയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എല്ലാവരും മനസ്സ് നിറയെ ഇവിടെ വന്ന് ജസ്റ്റ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രമായില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചർച്ചകളോ സിമ്പോസിയങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ ഇപ്പോഴത്തെ മാറുന്ന തലമുറയുടെ മാധ്യമങ്ങളിലൂടെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടനയിലേക്ക് മുഴുവൻ ജനങ്ങളെയും അടുപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിന്റെ യുവാക്കളായ ഇതിന്റെ ഈ ലൈറ്റ് പിടിക്കേണ്ടവർ നടത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമുക്കും സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്. ആ സ്വപ്നങ്ങൾ ഞാൻ ആരെയും മോശപ്പെടുത്തുന്നതല്ല. ആ സ്വപ്നങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് അതിന്റെ പൂർവീകരണത്തിൽ എത്തേണ്ടതുണ്ട്. ആ സ്വപ്നങ്ങൾ സഫലമാക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം. നമുക്കും ഇതിനേക്കാളും വലിയ ഒരു റൂമിൽ, ഇതിനേക്കാളും വലിയ ഒരു ഹാളിൽ പുതിയ ടെക്നോളജിയുടെയും പുതിയ സോഫ്റ്റ്വെയറിന്റെയും സഹായത്തോടുകൂടി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരു നല്ല മീറ്റിംഗ് സംഘടിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അന്ന് മുഴുവൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരും ഈ പേപ്പറുകളും ഈ
ഇതിനുള്ള ഒഴിവാക്കിക്കൊണ്ട് ലാപ്ടോപ്പുകളുമായി വന്നുകൊണ്ട് എക്സിക്യൂട്ടീവ് മെമ്പർമാർ നിരന്നിരുന്നുകൊണ്ട് നാട്ടിന്റെ പ്രശ്നങ്ങൾ ലൈവായി മനസ്സിലാക്കിക്കൊണ്ട് അത് അപ്പപ്പോ തന്നെ പരിഹരിക്കുന്ന വിധത്തിലുള്ള ടെക്നോളജിയുടെ വളർച്ച നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുമെങ്കിൽ ആ സ്വപ്നത്തോടൊപ്പം ബഗ്രാനിന്റെ ദുബായ് മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ കൂടി ചേരുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, നമുക്ക് സപ്പോർട്ടിന് വേണ്ടി പല സംവിധാനങ്ങളുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. ആ ഓൺലൈൻ സംവിധാനങ്ങൾ അതിന്റെ ഉദ്ദേശശുദ്ധിയോട് കൂടി ശരിക്കും പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നാട്ടിന്റെ ഗുണത്തിന് വേണ്ടിയും നാട്ടിന്റെ ഐക്യത്തിന് വേണ്ടിയും നാട്ടിന്റെ സമാധാനത്തിന് വേണ്ടിയും നാട്ടിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയോടുകൂടിയും പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഈ സൈബർ യുദ്ധത്തിൽ മഗ്രാലിലെ ദുബായ് മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ ഒരു സൈബർ പ്രസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് നാട്ടിന്റെ പ്രവർത്തനങ്ങൾ നൊടിയിടയിൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണുന്ന ഒരു സംഘടനയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അതിനെല്ലാവരും പ്രാർത്ഥിക്കുകയും അതിന് അറിവുള്ളവർ, ടെക്നോളജിയിൽ വിവരമുള്ളവര്, സോഫ്റ്റ്വെയറിനെ കുറിച്ച് വിവരമുള്ളവരൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഇതിന്റെ അധ്യക്ഷനായി ഇവിടെ നമ്മോട് 30 വർഷത്തിൽ കൂടുതൽ അധ്യക്ഷത വഹിക്കുന്ന കെ മുഹമ്മദ് കുഞ്ഞി സാഹിബ്, ഇതിന്റെ മുഖ്യ കാര്യദർശി എം പി മുഹമ്മദ് കുഞ്ഞി സാഹിബ്, ഖാദർ സാഹിബ്, എം അബ്ബാസ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറിമാർ, അതിനേക്കാൾ ഉപരി ഈ കൂട്ടായ്മയെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഇതിലെ മുഴുവൻ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ, ഭാരവാഹികൾ, അബുദാബിയിൽ നിന്നും ഷാർജയിൽ നിന്നും അജ്മാനിൽ നിന്നുമൊക്കെ തങ്ങളുടെ പെരുന്നാളിന്റെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് നാട്ടുകാരുടെ വികസനത്തിന് വേണ്ടി, നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടി ഒത്തുകൂടിയ മുഴുവൻ ആൾക്കാർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ക്ഷമിച്ചോടെ കേട്ടതിന് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യോഗം ഇതിന്റെ ഉദ്ഘാടന സെഷൻ, ഈ മീറ്റിംഗ് സെഷൻ അവസാനിക്കേണ്ടതിനു ശേഷം ഇതിന്റെ കലാപരിപാടികൾ ആരംഭിക്കും. നമ്മുടെ മഗ്രാനിലെ മുഖ്യ ഗായകന്മാരുടെ വന്നിട്ടുണ്ട്. ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച് ഗാനം ആസ്വദിച്ച് നല്ലൊരു പെരുന്നാളിന്റെ ഈ രാത്രി എന്നും തങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ അടുത്ത വർഷം വരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഇന്ന് 100ഓളം ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ 200 പരം ആൾക്കാരെ കൂടാനുള്ള ഇപ്പൊ ഒരാളെ വെച്ച് എക്സ്ട്രാ കൊണ്ടുവരണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. وجوب نفسي ما فرضوكي شهود المستعيك المغفراتي سجود ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക് സുജൂദ് ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക് സുജൂദ് ചെയ്ത് നോക്ക് ആശികെ മഅ്ശൂഖിൽ റഹ്മാനിയത്ത് അർവാഹുൽ ആലം തൗഫീഖകത്ത് ആശിയാൽ യാഹയെന്ന് ഓതി തീർത്ത് ഒടുവിൽ ആനന്ദം ശിരസാൽ വഹിത്ത് ആശികെ മഅ്ശൂഖിൽ റഹ്മാനിയത്ത് അർവാഹുൽ ആലം തൗഫീഖകത്ത് ആശിയാൽ യാഹയെന്ന് ഓതി തീർത്ത് ഒടുവിൽ ആനന്ദം ശിരസാൽ വഹിത്ത് സുജൂദ് ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക് സുജൂദ് ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക് സുജൂദ് ചെയ്ത് നോക്ക് അവലും ആഖറും സമദാനിയത്ത് അൽഹംദുലില്ലാഹ് സാനിയത്ത് തൗബാന്റെ വാതിൽ തുറന്നായി അകത്ത് തൊലിബത്തിൻ ഈമാൻ വിളയും സ്ഥലത്ത് അവലും ആഖറും സമദാനിയത്ത് അൽഹംദുലില്ലാഹ് സാനിയത്ത് തൗബാന്റെ വാതിൽ തുറന്നായി അകത്ത് തൊലിബത്തിൻ ഈമാൻ വിളയും സ്ഥലത്ത്
സുജൂദ് ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക് സുജൂദ് ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക് സുജൂദ് ചെയ്ത് നോക്ക് മുഖ്യമാണോ ഒരഞ്ചിനെ മനം മുരുകി നിൽക്കണം കെഞ്ചണം കുനിയണം കുനിഞ്ഞ് റബ്ബിൽ കൂടണം ഹക്കിനെ അറിയണം അറിഞ്ഞ് റബ്ബിൽ തേടണം മുഖ്യമാണോ ഒരഞ്ചിനെ മനം മുരുകി നിൽക്കണം കെഞ്ചണം കുനിയണം കുനിഞ്ഞ് റബ്ബിൽ കൂടണം ഹക്കിനെ അറിയണം അറിഞ്ഞ് റബ്ബിൽ തേടണം സുജൂദ് ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക് സുല്ലി സലാത്ത് ഓത് ആഖിർ റസൂലിലേക്ക് സുജൂദ് ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക് സുജൂദ് ചെയ്ത് നോക്ക് നേരം വളർതൊടി ഇളയതിരുണ്ട് അഭിയങ്ങ് വള്ളമതാം പിന്നും അസുരരുമായി നേരം വളർതൊടി ഇടയനിരുണ്ട് അഭിയങ്ങ് വർണ്ണമതാം പിന്നും അസുരരുമായി സതതകുടൈ കോൾപൊങ്ങും തിരുകരമാലുണ്ടാം സതിതരവീ തൻകോൾ ഇസ്ഹദിരീദാൽ അവളത് തരികിടിക്രീദാൽ നിരനിരയായി വദൽഹുദായ സീനൻ നബിവരയായ അസുരനുമാമേ മഹതൊടിവാൽ പേരും യുവമതിയാൽ താറ്റം മലകരലിൽ തീപ്പിൻ പറുസുകളഞ്ചുണ്ട് അതിയിലെ മതതുടയോ തങ്ങൾക്കാം ഇരുപരിതാവേ ബദൽഹുദായ സീന നബി